സാധാരണ നമ്മൾ കരയുന്നത് എന്തിനാണ്? ദുനിയാവിന്റെ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സാധാരണ കരച്ചിലുണ്ടാകുക. നമുക്ക് സങ്കടം ഉണ്ടാകുന്നത് ദുനിയാവിന്റെ നമുക്ക് എന്തോ സുഖങ്ങൾ നഷ്ടപ്പെടുമ്പോ, നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുമ്പോ നമുക്ക് സങ്കടം വരും, വിഷമം വരും. വേണമെങ്കിൽ നമ്മളെ രഹസ്യമായി പോയിരുന്ന ആരും അറിയാതെ കരയും. പക്ഷെ അല്ലാഹുവിനെ ഓർത്തിട്ട് ആര് കരയാറുണ്ട്? ആര് കരയാറുണ്ട്? മനുഷ്യർ കരയാറില്ല. പക്ഷേ ഇതര ജീവജാലങ്ങൾ അല്ലാഹുവിനെ ഓർത്തിട്ട് കരയാറുണ്ട്. ഇതര ജീവജാലങ്ങൾ അല്ലാഹുവിനെ ഓർത്തിട്ട് കരയാറുണ്ട്. നമ്മൾ പാതിരാത്രിയിലൊക്കെ വീടിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ കേൾക്കുന്ന ചില ജീവികളുടെ ശബ്ദങ്ങളല്ലേ, അത് അല്ലാഹുവിനെ ഓർത്തിട്ട് അത് കരയുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തവളകളുടെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നില്ലേ, അതെല്ലാം അല്ലാഹുവിനെ ഓർത്തിട്ട് കരയുകയാണ്. അങ്ങനെ എത്ര ജീവികളാണ് അല്ലാഹുവിനെ ഓർത്തിട്ട് കരയുന്നത്. ഓരോ ജീവജാലങ്ങളെയും അത് വിളിക്കുന്നു എന്നല്ല നമ്മൾ പറയുന്നത്, അത് മുദ്രയിടുന്നു എന്നല്ല നമ്മൾ പറയുന്നത്, ആ ജീവി അവിടെ കിടന്ന് കരയുന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. ആട് കരയുന്നു, പശു കരയുന്നു, ഒട്ടകം കരയുന്നു, ആന കരയുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ആ വാക്ക് ശരി തന്നെയാണ്. ആ ജീവികൾ കരയുന്നത് തന്നെയാണ്. അവർക്കും അല്ലാഹുവിനെ കുറിച്ച് അറിയാം, അവർക്കും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിന്റെ ഉള്ളിൽ നടക്കുന്ന ആളുകൾക്ക്, തെറ്റുകാർക്ക്, കുറ്റവാളികൾക്ക് പടച്ചവനായ തമ്പുരാൻ ഖബറിന്റെ ഉള്ളിൽ ശിക്ഷ കൊടുക്കുന്നത്, ആ ശിക്ഷ കൊടുക്കുന്നതിന്റെ ശബ്ദവും ശിക്ഷ ഏറ്റുകൊണ്ടിരിക്കുന്നവരുടെ നിലവിളികളും ആ ശബ്ദങ്ങളുമൊക്കെ കോലാഹലങ്ങളുമൊക്കെ ഖബറിന്റെ ഉള്ളിൽ എന്തെല്ലാം നടക്കുന്നു അത് മുഴുവനും കേൾക്കാൻ കഴിയുന്ന ഒരു വിഭാഗം മനുഷ്യേതര ജീവജാലങ്ങൾ മാത്രമാണ്. ഒരു ആടിനെ കൊണ്ടുവന്ന് ഖബറിന്റെ ഭാഗത്ത് കെട്ടി നോക്ക്, ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് ഖബറിന്റെ ഭാഗത്ത് കെട്ടി നോക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർത്താതെ അത് മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ആ ഖബറിൽ ശിക്ഷ നടക്കുന്നുവെങ്കിൽ അതിന്റെ ശബ്ദം അതിന് നല്ലതുപോലെ കേൾക്കാൻ കഴിയും, അതിന് ഭയമാണ്. പക്ഷെ നമുക്ക് ഖബറിന്റെ ഭാഗത്തുകൂടി കടന്നു പോകുമ്പോൾ എത്ര കരച്ചിൽ വരാറുണ്ട്.